മഹത്വപ്പെടുമാറാകട്ടെ. May the Lord's name be glorified. ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ വചനവും എടുത്തുകൊണ്ട് പരസ്യമായിട്ട് ശുശ്രൂഷിപ്പാനുള്ള ആയുസ്സും ആരോഗ്യവും അവസരവും കൃപയും തന്ന കർത്താവിന് സകല മഹത്വവും ബഹുമാനവും പുകഴ്ചയും ആരാധനയും അർപ്പിക്കുന്നു. I give the Lord all the glory, worship and honor that he enabled me to stand with the word of God once again. MPAയുടെ ഈ കോൺഫറൻസിൽ വന്ന് പങ്കെടുക്കുവാൻ അവസരം ലഭിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുകയും ഇതിൻ്റെ ഉത്തരവാദിത്വപ്പെട്ടവരോട് വീണ്ടും നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. Having participated in the 11th annual conference of the MPA, I thank the Lord and I also thank all the responsible leaders who invited me here. ഇന്നത്തെ അധ്യക്ഷനായിരിക്കുന്ന ബഹുമാന്യനായ ദൈവദാസനെയും വന്ദനം ചെയ്യുന്നു. I greet the chairman of tonight's meeting as well. കേരളത്തിൽ നിന്ന് ഈ ശുശ്രൂഷയ്ക്ക് വന്നു ചേർന്ന എൻ്റെ മാന്യ സുഹൃത്തുക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I thank the Lord for my beloved friends who've joined me here from Kerala today. ഞാൻ രാവിലെ പരാമർശിക്കാൻ വിട്ടുപോയ ആളാണ് തഞ്ചാവൂർ വില്യംസ്. This morning I failed to mention Brother Thanjavur Williams' name. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകൾ നടക്കുന്ന പല സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കാൻ പോയപ്പോൾ ഞാൻ അതെല്ലാം റെക്കോർഡ് ചെയ്തിട്ട് നടക്കുന്ന വഴിയൊക്കെ ഇങ്ങനെ കേൾക്കാറുണ്ട്. I have happened to minister with Brother Williams on several occasions and I've recorded his songs and played it back to myself and it ministered to me. എന്നാൽ ഇദ്ദേഹം ഇങ്ങനെ ചാടുന്നതിന്റെ രഹസ്യം എന്താണെന്ന് ഇന്നാണ് മനസ്സിലായത്. But it's only today I realized why he jumps around as much. ഞാൻ ഏതെങ്കിലും ഒരു മീറ്റിംഗിൽ ചെല്ലുന്ന ആ സമയത്ത് സാക്ഷ്യം കേട്ടിട്ടില്ല, ചാട്ടമേ കണ്ടിട്ടുള്ളൂ. Every time I've seen him, I've never heard his testimony. I've only seen him jumping and dancing. പുള്ളി ചാടുന്ന എന്താണെന്നും നമ്മൾ ചാടാത്ത എന്താണെന്നും എനിക്ക് മനസ്സിലായി. I now understand why he jumps and why we don't. കാരണം നമ്മളാരും അതുപോലെ കിടന്നിട്ടില്ല. Because we haven't been disabled the way he was. ഇവിടെ കുറെ നേരം വർഷിപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ബഹുമാന്യ ദൈവദാസൻ അവിടെ ഇരുന്നിട്ട് പതുക്കെ വടിയെ പിടിച്ചെഴുന്നേക്കുന്നത് ഞാൻ കണ്ടു. After we were worshiping for a bit and I saw this gentleman here holding his crutches and trying to stand up. പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടി നമ്മൾ ഇനി കിടപ്പിലാകണം. Do we need to be ill to be able to worship the Lord with all our strength? ആരോഗ്യത്തോടെ നടക്കുമ്പോൾ, സുബോധത്തോടെ നടക്കുമ്പോൾ പൂർണ്ണ ശക്തിയോടെ കർത്താവിനെ നമുക്ക് ആരാധിച്ചുകൂടെ? Do not fail to worship the Lord when you are full of strength, full of energy. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. I thank the Lord. ബഹുമാന്യനായ CV മാത്യു സാറിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I thank the Lord for the honorable brother CV Matthews. ഒരു പത്രം നടത്താൻ വേണ്ടി നടത്തുന്നതല്ല മാത്യു സാറ് ഈ പ്രവർത്തനം. Matthews sir doesn't run a newspaper just for the sake of it. രണ്ട് മാത്യു സാറുമാരാണ് ഈ പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്നത്. There are two Matthews in this organization. ഒന്ന് VM മാത്യു. One is VM Matthew. അദ്ദേഹം ഇന്ത്യ ഗവൺമെന്റിൽ വളരെ ഉയർന്ന ഉദ്യോഗം വഹിച്ചിരുന്ന ആളാണ്. He's a man who held a very influential job with the Indian government. അദ്ദേഹത്തിന്റെ ദർശനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I thank the Lord for his vision. CV മാത്യു സാറും വളരെ നല്ല വിദ്യാഭ്യാസവും നല്ല കഴിവുമുള്ള ആളാണ്. CV Matthews sir is a very educated and able man. ഈ പെന്തക്കോസ്തരുടെ ഇടയിലെ ഐക്യതയുടെ ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഗുഡ് ന്യൂസിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I thank the Lord for the Good News magazine that provides leadership for unity among Pentecostal നിങ്ങൾക്ക് churches. ആ പ്രവർത്തനത്തെ വിശ്വസിക്കാം എന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. I commend this ministry to you as a faithful and an honorable ministry. ഒന്നുകൂടെ പറയാം. Let me repeat. ഗുഡ് ന്യൂസിലൂടെ നടക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തെയോ ആ പ്രവർത്തനത്തിന്റെ ഏതൊരു ഭാഗത്തെയോ നിങ്ങൾക്ക് വിശ്വസിക്കാം. You can trust the charitable wing and the ministries of this organization. പ്രിയ ജോണിക്കുട്ടി പാസ് പുറകിൽ ഇരിപ്പുണ്ടായിരുന്നു, എനിക്ക് രാവിലെ കണ്ടപ്പോൾ മനസ്സിലായില്ല. I failed to recognize Pastor George Kuti who sat at the back this morning. ജോണിക്കുട്ടി പാസ് ഇരിപ്പുണ്ട്. Pastor Johnny Kuti is here. അദ്ദേഹത്തിന്റെ സാക്ഷ്യം കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കേൾക്കണം. If you haven't heard his testimony, you must. നിങ്ങൾ ഒരിക്കലും ചിരിച്ചിട്ടില്ലെങ്കിൽ ഇത് കേട്ടാ ചിരിക്കും. If you've never laughed, you certainly shall. ഒരു ദിവസം ഇദ്ദേഹം ഇവിടെ നിന്ന് എന്നെ വിളിക്കുക നാട്ടിലേക്ക്. It happened to be once he happened to call me from here whilst I was in Kerala. ഞാൻ ഫോൺ എടുത്തു. I picked up my phone.
ഹലോ എന്ന് പറഞ്ഞു. I said, hello. ആരാന്ന് ഞാൻ ചോദിച്ചു. I asked, who is this? അപ്പൊ എന്നോട് പറയാണ്, And he says, സാറേ, sir, മണ്ടനിപ്പം ലണ്ടനില്ല. the foolish man is in London. അങ്ങനെ പറയുന്നതിന് പുള്ളിക്ക് പണക്കില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. He isn't embarrassed saying that, which is why I say that to you. എന്താ കാര്യമെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. We know why. We both know the secret to it. ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ വന്നിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. He came to Bible school and he couldn't finish. അതിന് പല കാരണങ്ങളുണ്ട്. And there were many reasons to it. ക്ലാസ് ടീച്ചേഴ്സ് റൂമിൽ വന്ന് എൻ്റെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, സാറേ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ നിവൃത്തിയില്ല, ഞാൻ വീട്ടിൽ പോവുകയാണ്. He came to the teacher's room in the Bible school and said, sir, I can't finish. I have to go home. എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. I was very sad. കാരണം എനിക്കറിയാം ഈ സഹോദരന്റെ അകത്തൊരു കോളിങ് കിടപ്പുണ്ടെന്ന്. I knew there was a calling inside this man of God. ഞാൻ പറഞ്ഞു, ബ്രദർ, ഈ വയലിൽ നിന്നാൽ നല്ലതാ. I said to him, brother, if you stay in this field, it'll be good for you. ജോണിക്കുട്ടി പോയ അത്രയും നാട്ടിൽ പോയ ആരും ഇപ്പൊ ഇവിടെ കാണുകയില്ല. If Johnny Kuti, യെസ്, ജോണിക്കുട്ടി പാസസ് പോയ അത്രയും രാജ്യങ്ങളിൽ പോയ ആരും ഇപ്പൊ ഇവിടെ ഉണ്ടെന്ന് there എനിക്ക് may be, തോന്നുന്നില്ല. there's no one else here who's visited as many countries as Pastor Johnny Kuti has. ഇനി ഒരുപാട് സ്ഥലം ബാക്കിയില്ല, എല്ലാം കവർ ചെയ്ത് He's pretty much covered most countries. ഇതൊരു അത്ഭുതമാണ്. This is a miracle. ഇതൊരു അത്ഭുതമാണ്. This is a miracle. അദ്ദേഹത്തിന്റെ സാക്ഷ്യം നിങ്ങൾ കേൾക്കുമ്പോൾ അറിയാം, താനും ഭാര്യയും കൂടെ കൂടിയാണ് 7 ക്ലാസ് പാസ്സായത്. If you listen to his testimony, he'd tell you him and his wife together managed to pass 7 grades. ഇതെല്ലാം അദ്ദേഹം പറഞ്ഞോളേ അറിയാ, ഞാൻ I പറഞ്ഞ only know it because he tells me. ഇങ്ങനെ ഒരാൾക്ക് ഇത്രയും രാജ്യം കവർ ചെയ്യാമെങ്കിൽ ആർക്കാ ദൈവകൃപയുണ്ടെങ്കിൽ എന്താ സാധിക്കാത്ത? If such a man can travel as much, if you have the grace of God with you, what can't you do? ഹല്ലേലൂയ. Hallelujah. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തെ Would you സ്തുതിക്കാമോ? lift up your hands and praise the Lord? നമുക്ക് ബൈബിൾ തുറക്കാം. Let's open our Bibles. റോമാലേഖനം 5-ാം അധ്യായം വീണ്ടും എടുക്കാം. Let's take Romans in 5 again. അടുത്ത 45 മിനിറ്റ് അല്ലെങ്കിൽ 50 മിനിറ്റ് നാം ബൈബിൾ പഠിക്കാൻ പോവുകയാണ്. We are going to study the Bible for 45 to 50 minutes. ധൃതി പിടിച്ച് ഒരു പ്രസംഗം ചെയ്യേണ്ട മീറ്റിംഗ് അല്ലിത്, ഇതൊരു കോൺഫറൻസ് ആണ്. This is a conference. I do not intend to hurry up and preach a sermon. ഒരു സബ്ജക്റ്റ് ഇതിനു വേണ്ടി എടുത്തിട്ടുണ്ട്. I've chosen a subject. ഇത് ഗ്രഹിക്കുന്നത് നല്ലതല്ലേ? Isn't it important to comprehend it? കൃപയാൽ 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 രക്ഷിക്കപ്പെട്ടു. By grace, by grace, by grace alone were we saved. അതെന്താന്ന് ഞാൻ രാവിലെ പറഞ്ഞു. And I just explained that this morning. ഉത്തരമില്ലാത്ത 7 ചോദ്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. Let me read out 7 questions to which there are no answers. 1. 1. ഉയർപ്പിൽ ഉയർത്തവന്റെ പങ്ക് എന്ത്? When you're resurrected, what is the role of the resurrected? ജനനത്തിൽ ജനിച്ചവന്റെ പങ്ക് എന്ത്? In the birth of a person, what is the role of the person who's being born? വീണ്ടെടുപ്പിൽ വീണ്ടെടുക്കപ്പെട്ടവന്റെ പങ്ക് എന്ത്? In redemption, what is the role of the redeemed? മറിയയ്ക്ക് എന്തുകൊണ്ട് ദൈവകൃപ ലഭിച്ചു? Why did Mary receive the grace of God? വിലയ്ക്ക് വാങ്ങുമ്പോൾ ആ സാധനത്തിന്റെ പങ്ക് എന്ത്? When you purchase something, what is the role of the thing that is being purchased? തിരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെട്ടവന്റെ പങ്ക് എന്ത്? When something is chosen, what is the role of the thing that's being chosen? യാചനയിൽ യാചകന്റെ പങ്ക് എന്ത്? When you're requesting something, what is the role of the person who's requesting it? 7 ചോദ്യത്തിനും ഉത്തരം ഇല്ല. There are no answers to these 7 questions. എന്നാൽ 1-2 വിശദീകരണത്തിന്റെ ആവശ്യമുണ്ട്. But let me explain at least a couple. തിരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെട്ടവന്റെ പങ്ക് എന്താന്ന് ചോദിച്ചാൽ, ഇലക്ഷനോടുള്ള ബന്ധത്തിൽ ചോദിച്ചാൽ ഭയങ്കര പങ്കാണ്. If you ask someone what is the role of the elect in the process of being elected, you'd say there's a great role. കഴിഞ്ഞ ദിവസം കേരളത്തിൽ ഇലക്ഷൻ ആയിരുന്നു. There were elections in Kerala recently. ഞങ്ങളുടെ കോട്ടയത്തെ സ്ഥാനാർത്ഥി ഞങ്ങളുടെ അടുത്ത് വന്നു, ഞങ്ങളുടെ ചർച്ചിൽ വന്നു. The member of parliament from Kottayam came to our church. അദ്ദേഹത്തിന് ശബ്ദം അടച്ചിരിക്കുകയാണ്. He'd lost his voice. സംസാരിക്കാൻ വയ്യ. He couldn't talk. അയാൾ തളർന്നു. He was very tired. അതെ, തിരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെട്ടവന്റെ പങ്ക് അതാ. That is the role of the elect in the election. എന്നാൽ But
ദൈവം നിന്നെ തിരഞ്ഞെടുത്തതിൽ, when God elects you, chooses you, നിന്റെ പങ്കെന്താ? what is your role in it? ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ഭോഷത്വമായി തിരഞ്ഞെടുത്തു. That he might shame the wise, he chose the fools. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ബലഹീനമായത് തിരഞ്ഞെടുത്തു. That he might shame the strong, he chose the weak. അങ്ങനെയാണെങ്കിൽ If that is ദൈവിക so, തിരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെട്ടവന്റെ പങ്ക് എന്താ? if that is so, in God's choice, what's the role of the chosen? ബലഹീനത, Weakness, ഒന്നുമില്ലായ്മ, nothingness. അതാണ് പങ്ക്. That is his role. യാചനയിൽ യാചകന്റെ പങ്ക് എന്താ? In intercession, in requesting something, what is the role of the intercessor? യാചനയിൽ യാചകന്റെ പങ്ക് എന്താ? What is the role of the intercessor in intercession? നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള യാചകനാണോ നമ്മൾ വല്ലതും കൊടുക്കുന്നേ? Do you give to those who request, beg with യാചകന്റെ ക്വാളിഫിക്കേഷൻ എന്താ? what is the qualification of a beggar? ഏറ്റവും ദരിദ്രനാകുക എന്നുള്ളതാണ്. It's being absolutely poor, ഏറ്റവും ബലഹീനാകുക എന്നുള്ളതാണ്. be absolutely weak. യാചനയിൽ യാചകന്റെ പങ്ക് എന്താ? In begging, what's the role of the beggar? ഏറ്റവും ഒന്നുമില്ലാത്തവനായി തീരുക. To be absolutely impoverished. യേശു പറഞ്ഞു യാചിപ്പീൻ. Jesus said, beg, ask. വിലയ്ക്ക് വാങ്ങുന്ന സാധനത്തിന് അതിന്റെ പങ്കെന്താ? What is the role of of an object that is being purchased? ഒരുപക്ഷെ നമ്മൾ നല്ലത് നോക്കി വാങ്ങുമായിരിക്കും. You might choose a good object. പക്ഷെ നമ്മെ കുറിച്ച് ദൈവവചനം പറഞ്ഞിരിക്കുന്നു, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. But the Bible says we were bought with a price. നമ്മളെ വിലയ്ക്ക് വാങ്ങാൻ നമുക്ക് എന്താ യോഗ്യതയുള്ളേ? What is our worth that he chose to buy us? എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. It's difficult to respond to these questions. ഇതിന്റെ പേരാണ് കൃപ. This is what grace is. ഇതിന്റെ പേരാണ് കൃപ. This is what grace is. ഇത് രാവിലെ പറഞ്ഞ കാര്യമാണ്. This morning we talked about ഒന്ന് എഴുതാവുന്ന രൂപത്തിൽ പറഞ്ഞേ ഉള്ളൂ. I just summarized it quickly. 5:1 5:1 നാം നിൽക്കുന്ന ഈ കൃപ, the grace in which we stand. നാം അതിലാ നിൽക്കുന്നത്. That is where we stand. നമ്മെ നിർത്തിയിരിക്കുന്നത് He helps us to stand. കൃപയാണ്. He upholds us by grace. നമ്മെ നിർത്തിയിരിക്കുന്നത് We are കൃപയാണ്. upheld by grace. നമ്മളെ ആരും പിടിച്ചിട്ടില്ല. Nobody holds us. കൃപ നമ്മെ പിടിച്ചു നിർത്തിയിരിക്കുക. Oh, grace upholds കൃപ us. നമ്മെ താങ്ങി നിർത്തിയിരിക്കുക. Grace supports us. പൗലോസ് ഒരിക്കൽ രോഗിയായി തീർന്നു. Paul once was ill. ഉടനെ കർത്താവ് പറഞ്ഞത്, And the Lord said to him, ഞാൻ നിനക്ക് കൃപ തരാമെന്നല്ല, he didn't say, I will give you grace. ഞാൻ നിനക്ക് തന്ന കൃപ ഇതിനും കൂടി ഉള്ളതാന്നാ He പറഞ്ഞു. said, the grace that I have given you is sufficient even for this. പ്രൈസ് ദി ലോർഡ്. Praise the Lord. പൗലോസ് രോഗിയായി തീർന്നപ്പോൾ കർത്താവിനോട് പ്രാർത്ഥിച്ചു. When Paul was unwell, he prays. അപ്പൊ കർത്താവ് പറഞ്ഞു, ഞാൻ നിനക്ക് സ്പെഷ്യൽ ആയിട്ടൊരു കൃപ തരാം എന്നല്ല. The Lord doesn't say, I will give you a special grace for this. നിന്നെ അന്ന് ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് പിടിച്ച, വേർതിരിച്ച, അഭിഷേകം ചെയ്ത ആ കൃപയുണ്ടല്ലോ, ആ കൃപ ഇന്ന് നിനക്കുള്ള രോഗത്തെയും കൂടെ ജയിക്കാൻ മതിയായതാണ്. The very grace that I gave you on the road to Damascus changed you, transformed you, anointed you. That very grace is sufficient for your illness as well. നിന്നെ രക്ഷിച്ച കൃപ, the grace that saved you, നിന്നെ നടത്താനും കൂടെ മതിയായ കൃപയാണ്. is sufficient to lead you as well. നിന്നെ രക്ഷിച്ച കൃപ, the grace that saved you, നിന്നെ ചുമക്കാനും കൂടെ മതിയായതാണ്. is able to carry you as well. അത് ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണ്. It is made perfect in weakness. 2014 നിന്നെ അലട്ടുന്ന ആ പ്രോബ്ലം ഉണ്ടല്ലോ, അതിനെ പരിഹരിക്കാൻ, അതിനെ ഓവർകം ചെയ്യാൻ ആ കൃപ മതി. The very problem that troubles you in 2014, the grace of God that saved you is sufficient to deal with it. ഈ വചനം കേൾക്കുന്ന സഹോദരി, If you're listening to this word, dear sister, നിന്നെ രക്ഷിച്ച കൃപ നിന്നെ പരിപാലിക്കാനും കൂടെ മതിയായതാണ്. the grace that saved you is able to protect you as well. നിന്നെ രക്ഷിച്ച കൃപ നിന്നെ നിലനിർത്താനും കൂടെ The മതിയായതാണ്. grace that saved you is able to sustain you as well. നിന്നെ രക്ഷിച്ച കൃപ നിന്റെ പ്രശ്നങ്ങളെക്കാൾ നിന്നെ ശക്തരാക്കാൻ മതിയായതാണ്. The very grace that saved you is able to strengthen you despite
despite your difficulty. നിന്നെ രക്ഷിച്ച കൃപ, The grace that saved you, അത് സഫിഷ്യന്റ് ആണ്. that is sufficient. അത് സഫിഷ്യന്റ് That ആണ്. is sufficient. അത് മതിയായ കൃപയാണ്. That is more than enough. നിന്റെ 90-ാമത്തെ വയസ്സിലും നിന്നെ നിർത്താൻ ഈ കൃപ സഫിഷ്യന്റ് ആണ്. Grace is sufficient to uphold you in your 90th year. നിന്റെ തലമുറയുടെ കാര്യത്തിലും ഈ കൃപ സഫിഷ്യന്റ് ആണ്. Grace is sufficient to uphold your children. നിന്റെ മിനിസ്ട്രിയുടെ കാര്യത്തിൽ ഈ കൃപ മതി. This means grace is sufficient for your ministry. നിന്റെ കടഭാരത്തിലും ഈ കൃപ മതി. This grace is sufficient for your debt. നിന്റെ മാതാപിതാക്കളുടെ വിഷയത്തിലും ഈ കൃപ മതി. This grace is sufficient for your parents. കരകളടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുക. Will you clap your hands and worship the Lord? Thank you, Father. Thank you, Father. Thank you, Jesus. Thank you, Jesus. ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചേ. Listen to me, please. ഞാനിവിടെ നിന്ന് ചാടുന്നുണ്ട്, I stand here and jump around. ഓടുന്നുണ്ട്, I'm running about. പാടുന്നുണ്ട്, I'm singing. പ്രസംഗിക്കുന്നുണ്ട്. I'm preaching. അതിനെന്റെ കൈ ഉപയോഗിക്കുന്നുണ്ട്, I'm using my hands. കാല് I'm ഉപയോഗിക്കുന്നുണ്ട്, using my legs. കണ്ണ്, ചെവി, തല, വായൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. My eyes, ears, nose, head, everything. ഈ പുൾപിറ്റ് ഇവിടുന്ന് പോയാലോ? But what if this pulpit goes from here? എനിക്കൊരു പ്രശ്നമില്ല. It wouldn't make no difference to me. ഈ സാധനം അങ്ങോട്ട് പോയാലോ? If these things move away, എനിക്കൊരു it പ്രശ്നമില്ല. will make no difference to me. ഈ ബാനർ ഇവിടുന്ന് പോയാലോ? If this banner goes away, ഒരു പ്രശ്നമില്ല. no problem. ഈ കോട്ടങ്ങ് പോയാലോ? If this coat goes away, ഒരു പ്രശ്നമില്ല. no problem. ഇതൊന്നും ഇട്ട് പരിചയമില്ലേ, ഭയങ്കര തണുപ്പുകൊണ്ട് ഇട്ടതാ. I'm not used to wearing these things. It's a bit cold, so I wear it. എന്നാ ഒരു സാധനം പോകരുത്. But there's one thing, is it ഈ ചവിട്ടി നിൽക്കുന്ന സ്ഥലം പോകരുത്. the place where I stand? ഈ ചവിട്ടി നിൽക്കുന്ന സ്ഥലം പോകരുത്. This place where I stand ഈ is ചവിട്ടി നിൽക്കുന്ന സ്ഥലം പോകരുത്. This place is indispensable. ശ്രദ്ധിച്ചേ, ശ്രദ്ധിച്ചേ, Listen to me. ശ്രദ്ധിച്ചേ. ആരാധിക്കാൻ സമയം തരാൻ പോവാ. I'm going to give you time to worship. Praise the Lord. Praise the Lord. ഈ ചവിട്ടി നിൽക്കുന്ന സ്ഥലം പെട്ടോന്നങ്ങ് പിളർന്നു പോയെന്നിരിക്കട്ടെ. If the ground I stand splits away, ഒന്ന് ഇമാജിൻ ചെയ്തേ. imagine that with me. ഞാൻ താഴോട്ടങ്ങ് പോകും. I will go down. വലിയ ആളാ, നാട്ടിൽ നിന്ന് വന്നതാ, ലോകപ്രസിദ്ധനാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? താഴെ പോയില്ലേ? I'm a big man, I'm world famous. I've come from Kerala. If I go down, what's the point? നിൽക്കുന്നത് എവിടെയാ? Where do you stand? നിൽക്കുന്നത് എവിടെയാ? Where do you stand? നിൽക്കുന്നത് എവിടെയാ? Where do you stand? നിൽക്കുന്ന കൃപ, In grace, നിൽക്കുന്ന കൃപ, which I stand. നിൽക്കുന്ന കൃപ, Grace I stand in. അത് പൊളിയുന്നതല്ല, That is അത് indispensable. തകരുന്നതല്ല, Fragile. അത് നിർത്തുന്ന കൃപയാണ്, അത് നിർത്തുന്ന കൃപയാണ്, അത് പൊളിയുന്നതല്ല, അത് നിന്നെ താങ്ങി നിർത്തുന്ന കൃപയാണ്. Grace that upholds. ദൈവത്തെ ആരാധിക്കാം, ദൈവത്തെ ആരാധിക്കാം. Worship the Lord. ദൈവാത്മാവേ, Spirit of ശക്തിയോടെ God, വ്യാപരിക്കണമേ. would you move among us powerfully? Lord, thank you. Thank you. Thank you. Thank you. Hallelujah. Rukamama siara bana tora bandiasa. Shokaba babarasi. ദൈവത്തെ ആരാധിക്കാൻ ചില മിനിറ്റുകൾ. Would you continue to worship the Lord? നിൽക്കുന്നത് എവിടെയാന്ന് ആരും മറക്കരുത്. Don't forget where you stand. IPC നിൽക്കുന്നവരുണ്ട്, There are people who stand in IPC, ഷാരോനിൽ നിൽക്കുന്നവരുണ്ട്, people who stand in Sharon, AG നിൽക്കുന്നവരുണ്ട്, AG, MPA നിൽക്കുന്നവരുണ്ട്. MPA. ഇതിലൊന്നും അല്ല നമ്മൾ നിൽക്കുന്നേ. This is not where we stand. ഇതിലൊന്നും അല്ല നമ്മൾ നിൽക്കുന്നത്. This is not where we stand. കൃപയിലാണ് നിൽക്കുന്നത്. We stand in grace. കൃപയിലാണ്
കൃപയിലാണ് We നിൽക്കുന്നത്. stand in grace. Hallelujah. Hallelujah. എവിടെ നിൽക്കുന്നു എന്നറിയുക. Nowhere we ആരാണ് നിന്നെ നിർത്തിയതെന്നറിയുക. who upholds you. നിന്റെ പോക്കറ്റിലെ പണം മുഴുവൻ പോയാലും കൃപ പോകരുത്. No matter you lose all your wealth, make sure grace doesn't go away. 2014 നിനക്കുള്ള പൊസിഷൻ പോയാലും കൃപ പോകരുത്. Even if you lose all your positions in 2014, grace is indispensable. കമ്മിറ്റിയിൽ നിനക്കുള്ള സ്ഥാനം പോയാലും കൃപ പോകരുത്. Even if you lose your place in the committee, grace is indispensable. ലോകത്തിൽ നിനക്കുള്ള പേര് പോയാലും കൃപ പോകരുത്. Even if you lose your name in the world, grace is നിന്റെ indispensable. പ്രോഗ്രാം കുറഞ്ഞാലും കൃപ പോകരുത്. Even if your program decreases, grace is indispensable. നിൽക്കുന്നത് കൃപയില. Oh, I stand in grace. നിൽക്കുന്നത് കൃപയില. I stand in grace. നിൽക്കുന്നത് കൃപയില. I stand by grace. നിൽക്കുന്നത് കൃപയില. I stand by grace. ഹല്ലേലൂയ. Hallelujah. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ How പറയുന്നത്? many of you understand what I'm talking about? നിൽക്കുന്നത് കൃപയില. I stand by grace. നിർത്തിയിരിക്കുന്നത് കൃപയാണ്. I stood by grace. എന്നെ നിർത്തിയിരിക്കുന്നത് കൃപയാണ്. Upheld by grace. എന്നെ നിർത്തിയിരിക്കുന്നത് കൃപയാണ്. Upheld by grace. Thank you, Father. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. എന്റെ ഉള്ളിൽ അത് എന്തുമാത്രം സന്തോഷം തരുന്നു എന്ന് നിങ്ങളോട് വിവരിക്കാൻ എനിക്ക് കഴിവില്ല. I can't describe the joy that it brings to my heart. ഞാൻ ആകുന്നത് കൃപയാലാകുന്നു. I am what I am by the grace of God. ഞാൻ ആകുന്നത് I കൃപയാലാകുന്നു. am what I am by the grace of ഞാൻ God. ആകുന്നത് I കൃപയാലാകുന്നു. am what I am by the grace of God. ഹല്ലേലൂയ. Hallelujah. പൗലോസിന് അസുഖം വന്നു. Paul was unwell. 3 പ്രാവശ്യം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. He prayed and fasted thrice. കർത്താവ് പറഞ്ഞു, The Lord said to him, പുതുതായിട്ട് എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞില്ല. He didn't say, I'll give you something brand new. നിന്നെ വിളിച്ചപ്പോൾ When I called you, ഞാൻ നിന്റെ മേലൊരു കൃപ തന്നു. I poured out a grace on you. അത് സഫിഷ്യന്റ് ആണ്. That is sufficient. അത് നിന്നെ അവസാനത്തോളം സൂക്ഷിക്കുവാൻ മതിയായതാണ്. That is able to keep you to the end. ഇന്ന് രാത്രി സ്നാനപ്പെട്ട ദൈവമൈതലേ, The child of God that's been baptized, വിശ്വാസം ഏറ്റുപറഞ്ഞ ദൈവമൈതലേ, child of God who's confessed his faith, രക്ഷിക്കപ്പെട്ട ദൈവമൈതലേ, saved child of God. കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടെങ്കിലും ഈ കൃപ മതിയായ കൃപയാ. Faults and blemishes, they are true, but the grace of God is sufficient. തീത്തോസിന്റെ ലേഖനം പറയുന്നു അത് ശിക്ഷിച്ചു വളർത്തുന്ന കൃപയാണ്. Titus says it's the grace that teaches us in അത് truth. തെറ്റ് തിരുത്തുന്ന കൃപയാണ്. It's the grace that corrects our errors. അത് കുറവുകളെ കണ്ടുപിടിക്കുന്ന കൃപയല്ല, It's the grace- കുറവുകളെ പരിഹരിക്കുന്ന കൃപയാണ്. It's not a grace that finds fault, but the grace that sorts them out. ഈ ക്രിക്കറ്റ് കോർട്ടിൽ ഒരു റഫറി നിപ്പുണ്ട്. On the cricket ground, there is an umpire. അങ്ങേര് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കാണിക്കും. He says something like this. പിള്ളേർക്കറിയാം അതിന്റെ അർത്ഥം എന്നാ. The kids know what it means. എനിക്ക് വലിയ പിടിയില്ല. I have no clue what he means. അപ്പൊ ഏതാണ്ടൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. He does some stuff like that. പുള്ളി കളിക്കുന്നൊന്നുമില്ല, He's not playing. കളി നോക്കുന്നുണ്ട്. He's watching it. പുള്ളി ഒരു ടീമിനെ സഹായിക്കുകയില്ല. He doesn't help any team. ഫൗള് വന്നാൽ പുള്ളി കാണിക്കും ഫൗൾ. If there is a foul, he would point it out. പരിശുദ്ധാത്മാവ് നമ്മൾ ഫൗള് കാണിക്കുമ്പോൾ ഫൗൾ എന്ന് പറയാനല്ല വന്നിരിക്കുന്നേ. When we make a mistake, the Holy Spirit isn't here to say foul. നിന്റെ ടീമിനെ ജയിപ്പിക്കാനും കൂടിയാ വന്നിരിക്കുന്നത്. He is here to help you win. മിസ്റ്റേക്ക് കാണിക്കാനല്ല. He's not the one who points faults out. മിസ്റ്റേക്ക് തിരുത്തി, തെറ്റ് തിരുത്തി നിന്നെ നിത്യതയിൽ എത്തിക്കാനും കൂടെ ഈ കൃപ മതിയായതാണ്. This grace is sufficient to rectify your fault and take you into eternity. Praise the Lord. Praise the Lord. പരിശുദ്ധാത്മാവ് നമുക്ക് മിസ്റ്റേക്ക് വരുമ്പോ കണ്ടിട്ട് സന്തോഷിക്കുന്ന ആളാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ? Do not misunderstand the Holy Spirit to be a fault finder. നിങ്ങൾ ഈ ദുഷ്ടലോകത്തിൽ തോക്കുമ്പം കൈയടിക്കാനാ നമ്മുടെ കാര്യസ്ഥൻ നിൽക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? Do you think our comforter is here to applaud when we make mistakes? നിന്നെ ജയിപ്പിക്കാനും കൂടി അവൻ He നിൽക്കുന്നത്. is here to make sure you win. നിന്നെ തോപ്പിക്കാനല്ല
ഈ കൃപ വന്നത്. The grace wasn't provided that you might be നിന്റെ defeated. തോൽവി കാണാനല്ല യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിൽ ഇരിക്കുന്നത്. Jesus wasn't raised from the dead and seated in heaven that he might see you നിന്റെ lose. തോൽവി കാണാനല്ല പരിശുദ്ധാത്മാവ് ഇവിടെ വന്നത്. The Holy Spirit did not come to see you'll be defeated. അല്പമെങ്കിലും നീ സഹകരിക്കാവേ നിന്നെ ജയിപ്പിക്കും. If you cooperate a tiny bit, he'll make sure you win. അല്പമെങ്കിലും സഹകരിക്കാവേ നീ പാസ്സായി പോകും. If you cooperate a tiny bit, you will pass. നിന്നെ തോൽപ്പിക്കണമെന്നല്ല ദൈവത്തിന്റെ പ്ലാന്. The Lord's plan is not to defeat നിന്നെ you. ജയിപ്പിക്കണമെന്ന ദൈവത്തിന്റെ The പ്ലാൻ. Lord's plan is that you win. പിന്നെ എന്നാ പാസ്സാ തോക്കുന്നേ? Pastor, why do I lose then? തോക്കണമെന്ന് ആഗ്രഹമുള്ള എത്ര പേര് ഇന്ന് വന്നിട്ടുണ്ട്? How many of you are here saying, I want to be defeated, I want to lose? പ്രിയപ്പെട്ടവരെ, അല്പം ദൈവവചനം ഗ്രഹിക്കണേ. Please understand the scripture a tiny bit with me. ഞാനൊരു ഭാവന അങ്ങ് പറയട്ടെ. Let me imagine something with you. ഇന്നിവിടെ ഈ കാര്യങ്ങളിലൊക്കെ ടാലന്റിലും പ്രസംഗത്തിലും പാട്ടിലും ഒക്കെ ഷൈൻ ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനെയോ ചെറുപ്പക്കാരിയെയോ അടുത്ത കൊല്ലം വരുമ്പോൾ അല്ലെ അതിൻ്റെ അടുത്ത കൊല്ലം വരുമ്പോൾ ഒരു അവിഹിത ബന്ധത്തിൽ ഇവിടുന്ന് നാട് വിട്ടു പോയി എന്ന് കേൾക്കണോ? Imagine with me a young man, a young woman who's very talented and shines in the talent test. You don't want to listen in years to come that they were caught in adultery and had to flee the land. കേൾക്കണോ? Do you want to listen to something like that? എന്താ ഭാഷ അങ്ങനെയൊക്കെ ചോദിക്കുന്നത്? Hey pastor, why do you ask things like that? കേട്ടല്ലോ. We did hear things like that. കേട്ടല്ലോ. We've heard things like that. കേൾക്കുന്നുണ്ടല്ലോ. We keep hearing stories like that. എവിടെയാ ഭാഷേ? Pastor, where? എവിടെയാ ഇല്ലാത്തേ? You tell me where you don't hear such stories. പരിശുദ്ധാത്മാവ് നമ്മളെ ജയിപ്പിക്കാനാ വന്നെങ്കിൽ പിന്നെ ഈ തോക്കുന്നേ? Pastor, if the Holy Spirit is here to make us succeed, why do we fail? അഭിനയിക്കുകയാണ് നീ തോക്കും. If you faint it, if you fake it, you will lose. അഭിനയിക്കുകയാണ് നീ തോക്കും. If you fake it, you will lose. സത്യസന്ധമായിട്ട് ഒരു കരച്ചിൽ നിന്റെ അകത്തുണ്ടെങ്കിൽ നീ തോക്കുകയില്ല. If there is a genuine cry within you, you shall not be defeated. ഞാൻ നിങ്ങളോട് വിനയത്തോടെ ചോദിക്കട്ടെ. Let me humbly ask you. എനിക്ക് വിശുദ്ധിയിൽ ജീവിക്കണമെന്നൊരു കരച്ചിൽ എത്ര പേരുടെ അകത്തുണ്ട്? How many of you have a cry, a longing inside you to live in holiness? എനിക്കൊരു ജയജീവിതം നയിക്കണമെന്ന എപ്പോഴും അകത്തൊരു തേങ്ങല് ഒരു സങ്കടമുള്ള എത്ര പേര് ഇവിടെ വന്നു? How many of you have these pangs within you that you want a victorious ആ Christian കൈയൊന്ന് life? ഉയർത്തിപ്പിടിച്ചേ. Lift up your hands. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. Say hallelujah with me. രണ്ടാമത്തെ കാര്യം ഞാൻ ചോദിക്കുക. Let me ask you another question. എനിക്ക് പൂർണ്ണ ജയം ഇല്ല എന്ന് സത്യസന്ധമായി പറയാൻ പറ്റുന്ന ഒരു കൈവക്കാൻ വരട്ടെ. കൈവക്കണ്ട. How many of you can honestly say that I don't have a victorious life in every area? Don't raise your hands. എനിക്ക് സമ്പൂർണ്ണ ജയം ഇല്ല I don't have complete victory. എന്ന് പറയാൻ ബുദ്ധിമുട്ടുള്ള എത്ര പേരുണ്ട് ഇവിടെ? How many of you have difficulty admitting that? ആർക്കും ബുദ്ധിമുട്ടില്ല. Nobody. അതുകൊണ്ടാ കൈവക്കിക്കാത്ത. Which is why I don't want you to raise your hands. എന്നാൽ ഒരു ജയം ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? How many of you desire a victory? എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു വിശുദ്ധ ജീവിതത്തിനല്ലേ പിന്നെ ഈ പുസ്തകം എടുക്കണോ? If you don't want to live in holiness, why lift up this book? ഒരു വേർപെട്ട ജീവിതത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇതിനകത്ത് വരണോ? If you don't want a separated life, why come here? വേറെ എത്രയോ സഭയുണ്ട്. There are so many other churches. വേറെ എത്രയോ പ്രസ്ഥാനമുണ്ട്. There are so many other organizations. ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ വേഷം കെട്ടണോ? If it's not for a holy life, why fake it? നിനക്ക് ലോകപ്രകാരം ജീവിക്കാനല്ലേ ലോകം ഇവിടെ തുറന്നിട്ടിരിക്കുന്നേ? If you want to live a worldly life, it's wide open. ഇതൊരു വേർപെട്ട സമൂഹമാണ്. This is a separated community. ഇതൊരു വിശുദ്ധ ജനമാണ്. This is a holy people. ഇത് ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. This is God's own ഇത് people. രാജകീയ പുരോഹിത വർഗമാണ്. This is royal priesthood. നീ ജയിച്ചേ പറ്റൂ. You must win. നീ ജയിക്കുന്നത് ദൈവത്തിന്റെ കൂടി ആവശ്യമാണ്. It is essential that you win. ആദിമ മനുഷ്യനെ പിശാചു തോപ്പിച്ചു. The enemy defeated the first man. അവനെ തോപ്പിക്കാൻ ദൈവപുത്രൻ ഇറങ്ങി വന്നു. Jesus Christ came down to defeat Satan. ദൈവപുത്രന്റെ ചോരയിൽ ആശ്രയിച്ച് ദൈവകൃപയിൽ ചവിട്ടു നിന്നുകൊണ്ട് നീ ഈ പിശാചിനെ ജയിക്കുന്നത് ദൈവത്തിന്റെ കൂടി ആവശ്യമാണ്. It is imperative that you trust in the blood of Jesus, stand in the grace of God and defeat Satan. ഹല്ലേലൂയ, ഹല്ലേലൂയ. Hallelujah. എന്താണ് ജയത്തിന്റെ തടസ്സം? What are the obstacles to victory? ഈ കൃപയെ വേണ്ടതുപോലെ മനസ്സിലാക്കുന്നില്ല.
It's because we do not understand grace completely. മലയാളം ബൈബിൾ വായിക്കാൻ അറിയാവുന്ന ആരെങ്കിലും ഒന്ന് ഉറക്കെ വായിക്കാമോ? Would you read for me in Malayalam, please? റോമാലേഖനം 5-ാം അധ്യായം 18, 19, 20, 21 ഉറക്കെ വായിച്ചാൽ. Romans 5, 18, 19, 20. വായിച്ചു. എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണം ഇടയിൽ ചേർന്ന് വന്നു. എങ്കിലും പാപം പെരുകിയെടുത്ത കൃപ അത്യന്തം വർദ്ധിച്ചു. ശ്രദ്ധിച്ചേ, ഞാൻ ഒന്നുകൂടെ പറയാം. Listen to me carefully. പാപം പെരുകിയെടുത്ത കൃപ അത്യന്തം വർദ്ധിച്ചു. But where sin increased, grace increased all the more. ഒന്നുകൂടെ പറയാം. Let me repeat that. പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. Where sin increased, grace increased even more. 6:1 ആകയാൽ കൃപ പെരുകേണ്ടതിന് പാപം ചെയ്യുകയെന്നോ. 6:1. But what shall we say then? Shall we go on sinning so that grace may increase? വേദപുസ്തകത്തിന്റെ പഠനത്തിലോട്ട് ഇറങ്ങുക. Let's try and study the Bible. പൗലോസ് അപ്പോസ്തലന് ഒരു പ്രത്യേക രീതിയുണ്ട്. Paul had a unique style. തന്റെ പ്രബന്ധം അവതരിപ്പിച്ച് വരുമ്പോൾ സാധാരണക്കാരന്റെ മനസ്സിൽ വരുന്ന ചോദ്യം പുള്ളി തന്നെ അങ്ങ് ഇടുക. When he conveyed his thoughts, he repeated the questions that appear in the reader's mind. പാപം പെരുകിയിടത്ത് കൃപ പെരുകിയെങ്കിൽ കൃപ പെരുകാൻ പാപം ചെയ്ത പോരെ? Where sin increased, if grace increased, so that grace might increase, should we commit sin? ന്യായമായ ക്വസ്റ്റ്യനാ. Isn't that a logical question? ഇത് തന്നെയായി പ്രശ്നം. That's the problem. ഇത് തന്നെ പ്രശ്നം. That's the problem. അതാണ് പഠിക്കേണ്ടത്. That's why we need to study this. ഒരു മനുഷ്യൻ കിണറ്റിൽ വീണു. A man fell in a well. കിണറ്റിൽ വീണു. He fell in the well. അവനെ കയറ്റാൻ ആരും നോക്കിയിട്ട് പറ്റുന്നില്ല. No matter who tried, they couldn't get him out. കാരണം ഭയങ്കര ആഴമാ കിണറ്. It was very deep. ഒരുവിധപ്പെട്ട കയറിലൊക്കെ കെട്ടിയാൽ ഇയാൾ കേരളത്തിൽ ഭയങ്കര കന പൊട്ടിപ്പോവുക. He's a very heavy man. No matter what kind of rope you use, the ropes broke. ഇച്ചിരി പൊക്കുമ്പോൾ പൊട്ടിപ്പോവും. അപ്പം വീണേനേക്കാൾ ക്ഷീണമായി വീണ്ടും. So they lift him up a bit and he falls and he becomes weaker and weaker. അപ്പൊ രാജാവിന് ഇത് സങ്കടായി. The king was upset about it. രാജാവ് ഓർഡർ ഇട്ടു. The king made an edict. സ്വർണ്ണ കയറിൽ അവനെ കയറ്റണം. Said, build a rope of gold and you must lift him up. കാരണം ഒരു അബദ്ധം പറ്റി കിണറ്റി വീണവനെ വലിച്ചു കയറ്റാനുള്ള കയർ ഈ രാജ്യത്തില്ലെന്ന് പറഞ്ഞ് നമുക്ക് മോശമല്ലേ? He said it's embarrassing if we don't have a rope that can pull out a man from a well. അതുകൊണ്ട് സ്വർണ്ണ കയറിൽ കൊട്ട കെട്ടി ഇറക്കി കയറ്റാൻ പറഞ്ഞു. He said make a rope out of gold and put a basket to it and pick him out. അങ്ങനെ സ്വർണ്ണ കയറിൽ കൊട്ട കെട്ടി ഇറക്കി. So they made a rope of gold, put it down into the well. അവനോട് പറഞ്ഞു വെറുതെ അതിൽ ഇരുന്നാ മതി, വേറെ ഒന്നും ചെയ്യണ്ട കേട്ടോ. And they said to him, just sit there, don't do nothing. കൈയും കാലും ഇട്ട് അടിക്കണ്ട, അവിടെ ഇരുന്നുണ്ട് ഹല്ലേലൂയ ഗ്ലോറി ഒന്നും പറയണ്ട, അതിൽ ഇരുന്നാ മതി. Don't flap your hands and legs, don't say hallelujah glory, just sit there still and quiet. അവനെ വലിച്ചു മോളി കയറ്റി. And they brought him up. കയറ്റി കഴിഞ്ഞപ്പോൾ രാജാവ് അടുത്ത ഓർഡർ ഇട്ടു. And then the king put the next order. ഇവൻ ഈ പല പ്രാവശ്യം വീണ് നടുവെല്ലാം ഒടിഞ്ഞ് കഷ്ടപ്പെട്ടിരിക്കുകയല്ലേ, ആ സ്വർണ്ണ കയർ അവന് കൊടുത്തേരെ. Oh, he's fallen into the well, he's broken his back, he's tired, give him the rope of gold. അവന്റെ സന്തോഷം നിങ്ങൾക്കൊന്ന് ഊഹിക്കാവോ? Can you imagine the joy in this man's heart? അവൻ സന്തോഷിക്കുന്നതിന് കുഴപ്പമില്ല. It's not bad, he rejoiced in it. അവൻ വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോട് പറയാ, He went home and told his wife. എന്റെ ലില്ലിക്കുട്ടി ഇച്ചിരൂടെ വലിയ കിണറ്റി വീഴായിരുന്നു. He says, my Lilikuti, if I fell in a deeper well, I wish. എത്ര പേർക്ക് ഞാൻ പറഞ്ഞു മനസ്സിലായി? How many of you understood what I said? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്യുക. That grace might increase, should we sin? പ്രൈസ് ദി ലോർഡ്. Praise the Lord. നീ ഇച്ചിരൂടെ വലിയ കിണറ്റി വീണിട്ടുണ്ടെങ്കിൽ ഈ കയർ ഇറങ്ങി വരുമ്പോൾ നീ ജീവനോടെ കാണുകയില്ല. If you had a deeper well, if this rope came in, you wouldn't be alive. ദൈവത്തിന്റെ കൃപയെ മിസ്യൂസ് ചെയ്യരുത്. Don't misuse the grace of God. ദൈവത്തിന്റെ കൃപയെ മിസ്യൂസ് ചെയ്യരുത്. Don't misuse the grace of God. അങ്ങനെയാണെങ്കിൽ If that is the case, അതിപ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. let me talk to you about some very important things. 6-ാം അധ്യായം Chapter 6, 1 മുതൽ 1
11 വരെ to 11. സ്നാനമാണ് വിഷയം. Snana. യെസ്, It talks about baptism. 6:1 മുതൽ 11 വരെ സ്നാനമാണ് വിഷയം. 6, 1 to 11, it talks about baptism. എന്താണ് സ്നാനം? What is baptism? യേശുക്രിസ്തുവിനോടുകൂടെ മരിച്ച് To die with Jesus, അടക്കപ്പെട്ട് to be buried, ഉയർത്തെഴുന്നേറ്റ് and to be raised again, ജീവന്റെ പുതുക്കത്തിൽ നടക്കുക. and to walk in the newness of life. ഇതാണ് സ്നാനം. That is baptism. അപ്പൊ റോമർ 6:11 ആയപ്പോഴേക്കും രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പെന്തിക്കോസിലായി, MBA-ലായി. Romans 6:11, you've been born again, you've been baptized, you've been filled with the Holy Spirit, you're an MPA. ഓക്കെ, എല്ലാം കംപ്ലീറ്റ് ആയല്ലോ. You're sorted. ഇനി ഒരു പ്രശ്നമില്ലല്ലോ. No problems now. എന്നാ വാക്യം 12 ശ്രദ്ധിച്ചേ. Listen to verse 12. ആകയാൽ Therefore, പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ that sin might not reign in your അതിന്റെ mortal body, മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. let it not reign in you that you might obey its evil desires. എല്ലാരും ശ്രദ്ധിച്ചോ. Listen to this carefully. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടോ? Do you have a Bible with you? അതിന് മിക്കവാറും അടിവരെ ഇട്ടിട്ടുണ്ടാവില്ല. I'm pretty sure you haven't underlined that verse. കാരണം സന്തോഷിപ്പിച്ച വാക്യമായിട്ട് ഈ വാക്യം ഇന്ന് വരെ ആർക്കും കിട്ടിയിട്ടില്ല. Nobody has read this verse as a verse that made them happy. എന്നെ സന്തോഷിപ്പിച്ചൊരു വാക്യം വായിച്ചുകൊണ്ടിരുന്നു കൊള്ളാം. I'll read a verse that made me happy and I'll sit down. പക്ഷെ ഈ വാക്യം വരികയില്ല. Oh, this verse wouldn't figure that. സത്യസന്ധമായിട്ട് പരിശോധിച്ച് അടിവരെ ഉണ്ടോ? Genuinely, tell me honestly, have you underlined that verse? എന്നാൽ ഇന്നൊരു വര ഇട്ടോ. Oh, put an underline there. രക്ഷിക്കപ്പെട്ടവരെ, Born again people, കൃപ ലഭിച്ചവരെ, people who've received the grace, സ്നാനപ്പെട്ടവരെ, baptized people, വിശ്വാസത്തിൽ വന്നവരെ, people who are in the faith, പാപം sin നിങ്ങളുടെ in your മർത്യ ശരീരത്തിൽ mortal bodies, അതിന്റെ മോഹങ്ങളെ its evil desires, അനുസരിക്കുമാറ് that you might obey them. ഇനി വാഴരുത്. Now let it not reign. എന്തൊക്കെ അവിടെ What പറഞ്ഞിരിക്കുന്നത്? does it say here? 1 1, പാപം, sin. 2 മോഹം, Desire, 3 അനുസരണം, obedience, 4 വാഴ്ച, reigning, 5 സമർപ്പണം. surrender. ഇത്രയൊക്കെ നിങ്ങളുടെ ബൈബിളിലുണ്ടോ? Do you have these 5 things in your Bible? പാപം, Sin, മോഹം, desire, അനുസരണം, obedience, വാഴ്ച, reigning, സമർപ്പണം. surrender. ഈ 5 കാര്യം മനസ്സിലാക്കിയ കാര്യം ക്ലൂ പിടികിട്ടും. If you understand these 5 things, you get a clue. ഞാൻ വിശദീകരിക്കാം. Let me explain. പ്രിയപ്പെട്ടവരെ, ഒരു സന്തോഷ വാർത്ത പറയാം. Let me tell you some good news. മോഹം പാപമല്ല. Desire isn't sin. ഇത് ഞാൻ ക്ലാസ് എടുത്തപ്പോൾ ഒരു ചെറുപ്പക്കാരൻ പറയാ, ഇപ്പോഴാ ഒരു ആശ്വാസമായി. A young man, once I was teaching this, he said, oh, what a comfort. What a relief. ഞാനിത് ആദ്യ ക്ലാസ് എടുത്തത് എൻ്റെ വീട്ടിലാണ്. The first class I taught about this was in my house. എല്ലാ മാർച്ച് മാസത്തിലും വീട്ടിലൊരു ക്ലാസ് ഉണ്ട്. Every March there's a Bible study in my house. ആ ക്ലാസ്സിലെ ഫസ്റ്റ് സ്റ്റുഡന്റ് എൻ്റെ മോനാ. In that class, the first student is my son. സെക്കൻഡ് സ്റ്റുഡന്റ് എൻ്റെ ഭാര്യ. Second student is my wife. പിന്നെ ഞാൻ എൻ്റെ സഹശുശ്രൂഷന്മാരും അയൽക്കാരും കൂടെ ചേർത്ത് മാർച്ച് ഞാൻ എങ്ങും പോകത്തില്ല, ആ ക്ലാസ് അങ്ങ് എടുത്തോണ്ടിരിക്കുക എല്ലാ കൊല്ലവും. In March I go nowhere. Then I call all my neighbors, my fellow workers, and we have a Bible study. അതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷമുള്ള ഒരു കാര്യം പറയാം. And let me tell you something that'll make you happy. പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. Therefore don't let sin reign in your mortal body so that you obey its evil desires. മോഹം Desire, എപ്പോഴാ തീരുന്നേ? when does it go? മോർച്ചറിക്കകത്ത് കയറുമ്പോൾ. When you get into a mortuary, that's when desires disappear. ആഗ്രഹങ്ങളില്ലാതെ മനുഷ്യൻ ഈ ഭൂമിയിൽ ഇല്ല. There is no human being on earth without desires. എന്നാൽ But മോഹങ്ങളെ നിങ്ങൾ അനുസരിച്ചാൽ, if you obey, you follow your desires, അത് പാപത്തിലേക്ക് വഴിവെക്കും. that could lead you to sin. മോഹം ഗർഭം ധരിച്ച് When desire is conceived, പാപത്തെ പ്രസവിക്കുന്നു. it gives birth to sin. പാപം മുഴുത്തിട്ട് When sin reaches its maturity, മരണത്തെ പ്രസവിക്കുന്നു. it gives birth to death. അപ്പൊ മോഹം ഗ്രാൻഡ് മദർ ആകും. And desire becomes a grandmother. അതുകൊണ്ട് ഈ മദറിനെ സൂക്ഷിക്കണം. Be careful of the mother. അപ്പൊ എന്ത് ചെയ്യണം പാസ്റ്ററെ? What must I do, Pastor? മോഹങ്ങളെ താലോലിക്കരുത്. Do not
pamper your desires. മോഹങ്ങളെ കൺട്രോൾ ചെയ്യണം. Must control your desires. മോഹം മിന്നൽ പോലേക്ക് വരും. Desires come in a flash. ഉടനെ ദൈവം നിന്നെ തട്ടിക്കളയല. The Lord doesn't flick you away immediately. നീ എങ്ങനെ അതിനോട് പ്രതികരിക്കുന്നു എന്ന് ദൈവം നോക്കും. The Lord watches how you respond to them. നീ അതിനെക്കുറിച്ച് പിന്നെ ഇമാജിൻ ചെയ്യരുത്. You mustn't start imagining about those desires. പിന്നെ അത് വെച്ച് സ്വപ്നങ്ങൾ ഉണ്ടാക്കരുത്. Don't start dreaming those desires. ഒന്നും പറ്റിയില്ലെങ്കിൽ കരയണം. If nothing else, weep. കർത്താവേ എന്നെ സഹായിക്കണമെന്ന് പറ. Lord, would you help me? നിശ്ചയമായി കർത്താവ് നിങ്ങളെ സഹായിക്കും. Certainly the Lord will assist. നിങ്ങൾക്കൊരു ജയജീവിതം സാധ്യമാണ്. A victorious life is possible. നിങ്ങൾക്കൊരു ജയജീവിതം സാധ്യമാണ്. Victorious living is possible. എന്നാൽ മോഹങ്ങളെ പരിപോഷിപ്പിക്കാനാണ് യോഗങ്ങളെ പോലും ഉപയോഗിക്കുന്നതെങ്കിലോ, But if to pamper desires you use meetings as well, ഞാൻ പറഞ്ഞത് തിരിയുന്നുണ്ടോ? do you understand what I mean? മോഹങ്ങളെ പരിപോഷിപ്പിക്കാനാണ് യോഗങ്ങളെ പോലും ഉപയോഗിക്കുന്നതെങ്കിലോ, If you use meetings to pamper and nurture your desires, എന്നെങ്കിലും ഒരു ദിവസം പിടിക്കപ്പെടും. one day you will get caught. എന്നെങ്കിലും ഒരു ദിവസം നീ ഔട്ടാവും. One day you will be out. ദൈവത്തെ പരിഹസിച്ചുകൂടാ. You cannot mock the Lord. മനുഷ്യൻ വിതയ്ക്കുന്നത് കൊയ്യും. What you reap, you shall sow. എന്നാൽ നിനക്ക് ഇതിന്മേൽ ഒരു ജയം വേണമെന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ, If you want to live a victorious ഇന്ന് life, രാത്രി ജയം തരാൻ കർത്താവ് ഇവിടെ the വന്നിരിക്കുക. Lord is here to give you victory. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. Thanks be to the Lord who gives us victory through Christ Jesus. പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ That sin might reign in your mortal bodies, അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് that you might obey its evil desires. ഇനി വാഴരുത്. Don't let them reign in you. വാഴുക എന്ന് പറഞ്ഞാൽ എന്താണ്? What does it mean to reign? ഭരിക്കുക. To dominate you. അപ്പൊ എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? What does that mean? പാപം അല്ലെങ്കിൽ പിശാച് Satan or sin, നിങ്ങളെ ഭരിക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. don't let them reign in you. ഭരിക്കാൻ അനുവദിച്ചാൽ If you let them reign in you, അവൻ കൽപ്പിക്കാൻ തുടങ്ങും. he will start commanding you. കൽപ്പിക്കാൻ തുടങ്ങുമ്പോൾ അനുസരിക്കേണ്ടി വരും. And when he commands, you will have to obey. അനുസരിച്ച് കഴിയുമ്പോൾ നിങ്ങൾ അടിമയാവും. And when you obey, you become a slave. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? Do you understand what I mean? പാപവും മോഹവും വന്നോട്ടെ, Let sin and desires come. അവന് കസേര ഇട്ട് കൊടുക്കരുത്. Don't give it a chair to sit down. വാഴാൻ അനുവദിക്കരുത്. Don't let it reign in you. അതിനെന്നാ മാർഗം? What's the way out? അതിനെന്നാ മാർഗം? What's the way out? ഈ ജനാധിപത്യമൊക്കെ നിലവിൽ വരുന്നതിന് മുമ്പ് Before all these administrations came into power, നാട്ടിൽ കഴിവുള്ളവരൊക്കെ തന്നെ അങ്ങ് ഭരിക്കുക. people, efficiently able people just led in Kerala. നിനക്ക് തന്നെ നിൽക്കാൻ കഴിവില്ലെങ്കിൽ, If you can't stand by yourself, ഏറ്റവും കഴിവുള്ള ഒരു ദാതായുടെ കൂടെയാണെന്ന് അങ്ങ് പറഞ്ഞാൽ മതി. just say that I'm with the strongest man in town. അപ്പൊ പിന്നെ ചോട്ടാ രാജാക്കന്മാർ നിന്നെ ആക്രമിക്കുകയില്ല. Then the little princes will not attack you. പിശാച് നിന്നെ വാഴാതിരിക്കണമെങ്കിൽ, If you want that Satan doesn't reign in you, രാജാതി രാജാവിന്റെ കൂടെയാണെന്ന് പ്രഖ്യാപിച്ചാൽ you മതി. must proclaim that you are with the King of Kings. പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ Sin in your mortal bodies, അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് that you might obey its evil desires. ഇനി വാഴരുത്. Don't let it reign. അതിനെന്താ മാർഗം? What's the way out? രാജാക്കന്മാരുടെ രാജാവിനെ The King of Kings, 24 മണിക്കൂറും 24 hours, നിന്റെ ഹൃദയത്തിന്റെ സിംഹാസനത്തിൽ on the throne of your heart. ഇരുത്തുക. Make sure he's seated. ക്രിസ്തുവിനെ നിങ്ങൾ രാജാവായി കർത്താവായി വാഴിക്കുവീൻ. Make sure Christ reigns in you as the sovereign. ഇതാണ് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. That is what is being born again. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ കൈപൊക്കുക എന്നല്ല. Being born again is not lifting your hands up. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ സ്നാനപ്പെടുക എന്നല്ല. Born again is not being baptized. എന്നെ ഭരിക്കാൻ യേശുവിനെ അനുവദിക്കുക. To allow Jesus reign in എന്റെ me. ജീവിതത്തിന്റെ കൺട്രോൾ കർത്താവിന് വിട്ടുകൊടുക്കുക. To give the control of my life to God. കർത്താവ്
കർത്താവ് നിന്നെ ഭരിക്കുകയാണെങ്കിൽ പിശാച് നിന്നെ ഭരിക്കത്തില്ല. If Christ reigns in you, Satan cannot reign in you. കർത്താവ് നിന്നിൽ വാഴുകയാണെങ്കിൽ പാപം നിന്നിൽ വാഴുകയില്ല. If God reigns in you, sin cannot reign in you. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. Praise the Lord. Praise the Lord. ഒരു സ്റ്റോറി ഉണ്ട്. Let me tell you a story. ഒരു മനുഷ്യന് വീട്ടിൽ കിടന്ന ഉറക്കം വരികയില്ല. There was a man who, if he stayed at home, he just couldn't sleep. പിശാച് വന്ന് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുക. Satan came and harassed him. ഒരു മനുഷ്യൻ ഒരു പ്രാർത്ഥനാ യോഗത്തിന് വിളിച്ചോണ്ട് പോയി. And then he had a prayer meeting. അപ്പോ പാസ്റ്റർ പറഞ്ഞു കൊടുത്തു, And the pastor said, യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കേ, receive Jesus in your heart. യേശുവിനെ പള്ളിയിൽ ഇട്ടിട്ട് പോകരുത്, Don't leave Jesus in church. യേശുവിനെയും കൊണ്ട് വീട്ടിലേക്ക് പോകും, Take Jesus home with you. പിശാച് പിന്നെ വരികയില്ല. And Satan won't come to you. അങ്ങനെ ഇയാൾ യേശുവിനെയും കൊണ്ട് വീട്ടിലോട്ട് പോയി. And this man took Jesus home with him. വീട്ടിൽ ചെന്ന് കർത്താവുമായിട്ട് പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്ത് താങ്ക് യു ജീസസ് എന്നൊക്കെ പറഞ്ഞ് നന്ദി പറഞ്ഞ് കിടന്നു. And he thanked Jesus and he went to bed. പെട്ടെന്ന് പിശാച് വന്ന് കോളിംഗ് ബെൽ അടിച്ചു. And Satan came and put a calling bell. ഇയാൾ ഓടിച്ചെന്ന് കഥ തുറന്നു. And he opened his door. പിശാച് ചാടി അകത്ത് കയറി. And Satan came in. സ്വസ്ഥത മുഴുവൻ പോയി. He lost his peace. പിറ്റേ ദിവസം കർത്താവിനോട് ചോദിച്ചു, And he asked Jesus, കർത്താവേ, Jesus, ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ, let me ask you a question. നീ എന്റെ കൂടെ വന്നതല്ലേ, Didn't you come with me? പിന്നെ പിശാച് എന്തിനാ ഇവിടെ വന്നേ? Why did Satan come then? നിനക്ക് അബദ്ധം പറ്റി മോനെ. Did you make a mistake? അവൻ കോളിംഗ് ബെൽ അടിച്ചപ്പോ നീ എന്തിനാ പോയത്? ഞാൻ പോയി തുറക്കുമായിരുന്നല്ലോ. And Jesus said to him, when Satan pressed the calling bell, why did you go? I could have opened it. നീ എന്നെ ആരായിട്ടാ സ്വീകരിച്ചേ? Who did you accept me as? എല്ലാം എല്ലാമാണെന്ന് പാടുന്നതല്ലാതെ എല്ലാം എല്ലാമാണോ? You sing that he is all in all to you, but in reality is he all in all to you? യേശു എനിക്ക് എല്ലാമാണെന്ന് പറയുന്നതല്ലാതെ യേശു എല്ലാമാണോ? You just say that Jesus is all in all. Is that true? യേശു ആണ് ഈ വീടിന്റെ നായകനെങ്കിൽ ഡോർ തുറക്കേണ്ടത് ആരാ? If Jesus is the leader of your house, who must open your door? അവൻ അങ്ങനെ തന്നെ സമ്മതിച്ചു. And he accepted that. പിറ്റേ ദിവസം പിശാച് വന്ന് ബെല്ലടിച്ചു. And when Satan came the next day and pressed the bell, ഇവൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ ബെല്ലടിക്കുന്നുണ്ട്. and he said to Jesus, look, he's pressing the bell. കർത്താവ് പറഞ്ഞു, ഞാൻ തുറന്നോളാം. Jesus said, don't worry, I'll open the door. കർത്താവ് ചെന്ന് ഡോർ തുറന്നു. And Jesus went and opened the door. പിശാച് അന്ന് പോയിട്ട് പിന്നെ ആ പഞ്ചായത്തിലേക്ക് വന്നിട്ടില്ല. Satan left that day and did not come back to that town again. ഇതൊരു സ്റ്റോറിയാ. This is a story, പക്ഷെ ഇതൊരു സത്യമാ. but that's a truth. കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? To accept Jesus in your heart. What does അവനെ that നിന്റെ mean? ഹൃദയത്തിൽ വാഴാൻ അനുവദിക്കുക. To allow him to reign in your heart. അവനെ നിന്റെ ഹൃദയത്തിന്റെ സിംഹാസനത്തിൽ ഇരുത്തുക. To make sure he sits on the throne of your heart. അവൻ നിന്റെ രാജാവാകട്ടെ. That he might be the king of your അവൻ life. നിന്നെ ഭരിക്കട്ടെ. That he might reign in you. അങ്ങനെ ചെയ്താൽ If you do that, പിശാച് നിന്നെ ഭരിക്കുകയില്ല. Satan will not reign in you. പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ, Sin in your mortal bodies, അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് if you obey its evil desires, ഇനി വാഴരുത്. may it not reign in you. ശ്രദ്ധിച്ചേ, Listen to me. ഉണർവും ഉന്മേഷവും ആവേശവും ഒക്കെ ആവശ്യമാണ്. Revival, passion, and all that is necessary. പക്ഷെ വചനം ഗ്രഹിക്കണം. But understand the scripture. 12-ാം വാക്യത്തിലോട്ട് ഒന്നുകൂടെ നോക്കി. 12, verse 12. ഇനി വാഴരുത് Now don't let it rain. എന്ന് പറഞ്ഞാൽ What does that mean? സ്നാനപ്പെട്ട ശേഷം, After you are baptized, രക്ഷിക്കപ്പെട്ട ശേഷം, after you've been born again, പാപം നമ്മളിൽ വാഴാൻ ഇടയുണ്ട്. it is possible for sin to reign in you. കൃപ അത്ര വലുതാ, പക്ഷേ നാം അവസരം കൊടുത്താൽ വീണ്ടും പാപം നമ്മിൽ വാഴും. Grace is all encompassing, but if you give an opportunity, sin can reign in us. മനസ്സിലായോ? Do you understand? കൃപയാൽ By grace, സൗജന്യമായി freely, രക്ഷിക്കപ്പെട്ടു. we are saved. അത് സത്യം. That's true. എന്നാൽ But അവസരം കൊടുത്താൽ, if you give it an opportunity, പാപം ഇനിയും നമ്മളിൽ വാഴാനിടയുണ്ട്. it is possible for sin to reign in us. ഈ സത്യമാണ് പിശാച് മറച്ചു വെച്ചിരിക്കുന്നത്. This is the truth Satan withholds from us. നീ കൃപയാൽ രക്ഷിക്കപ്പെട്ടതാ. നീ ഇനി പാപം ചെയ്യത്തില്ല, ചെയ്താലും കുഴപ്പമില്ല. Oh, you're saved by grace, you won't sin, and even if you sin, it's okay. അങ്ങനെ ആരെങ്കിലും പറഞ്ഞെങ്കിൽ അവർക്കൊരു ബൈബിൾ മേടിച്ചു കൊടുക്കണം. If somebody says that to you, make sure you buy them a Bible. അതെന്തിനാ? സമ്മാനമായിട്ട് കൊടുക്കുന്നതാണോ? Is that a present?
അല്ല, അവര് ബൈബിൾ ഇതുവരെ വായിച്ചിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. Because they haven't read their Bibles. നീ എത്ര ശക്തിയോടെ ആരാധിച്ചവനാണെങ്കിലും, No matter how powerfully you worship God, എത്ര മണിക്കൂർ കൈകൊട്ടിയവനാണെങ്കിലും, no matter how many hours you clap your hands, ബൈബിൾ കാണാപ്പാടം you പറഞ്ഞവനാണെങ്കിലും, know your Bible by heart, ദൈവ തേജസ് കണ്ടവനാണെങ്കിലും, you've seen the glory of God, അവസരം കൊടുത്താൽ if you give an opportunity, പാപം ഇനിയും നിന്നിൽ വാഴാനിടയുണ്ട്. it is possible for sin to reign in you. അടുത്ത 13 നോക്കിയേ. Let's read verse 13. ഇത് പഠിപ്പിക്കാനും പഠിക്കാനും ബുദ്ധിമുട്ടാണ്. It is difficult to teach and to learn. ഒരു കൊല്ലത്തിനുള്ളിൽ ഇതും നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ ലഭിക്കും. റോമാലേഖനം മുഴുവനും വീഡിയോ ക്ലാസ് എടുത്തു കഴിഞ്ഞു. In a year's time, you will get this on the internet. The entire book, Bible study in Romans, is on the video. പ്രാർത്ഥിച്ചാൽ മതി, ഉടനെ ലഭിക്കും അത്. If you pray, you will receive it. 13 വാക്യം നോക്കിയേ. Verse 13. നിങ്ങളുടെ അവയവങ്ങളെ, The parts of your body. യൗവനക്കാരോട് ഞാൻ ചോദിക്കുന്നു, Young people, may I ask you? ഒരു അവയവത്തിന്റെ പേര് പറയാവോ? Tell me the name of a part of your body. കണ്ണ്. വേറെ Eyes. അവയവം? Another part. ചെവി, നാക്ക്, Tongue. ഇതൊക്കെ അവയവമാണ്. These are all parts of our body. ശ്രദ്ധിക്കുക. Listen to me. രക്ഷിക്കപ്പെട്ടപ്പം അവയവം ഒന്നും പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞൊന്നുമില്ല. When you were saved, you did not name the parts of your body. മുഴുവനായിട്ട് അങ്ങ് സമർപ്പിച്ചു. You just completely surrendered. എന്നാൽ ജയജീവിതം വേണമെങ്കിൽ അവയവങ്ങളെ സമർപ്പിക്കണം. But if you want a victorious life, you must surrender the parts of your body. ഇങ്ങനെ അഭിനയിച്ച് കോൺഫറൻസ് വരുമ്പോ അങ്ങ് ഷൈൻ ചെയ്തു പോകാൻ അവയവ സമർപ്പണമൊന്നും വേണ്ട. If you want to fake it and just shine it out in a conference, you don't need to surrender the parts of your body. പക്ഷെ അനുദിനം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്കൊരു ജയമില്ലെന്നൊരു കുറ്റബോധം നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരമായി If on a പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. daily basis there's a pang inside you that you don't have a victorious life, this is the solution to it. അവയവത്തിലോട്ട് തിരിയണം. Turn to the parts of your bodies. ഏത് അവയവമാണ് നിങ്ങൾക്ക് കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യുന്നത്? Which part of your body disturbs you the most? ഏത് അവയവമാണ് നിങ്ങളുടെ കൃപ ചോർത്തിക്കളയുന്നത്? Which part of your body leaks grace? ഏത് അവയവമാണ് നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത്? Which part of your body distances you from നിങ്ങളുടെ Christ? അവയവങ്ങളെ The parts of your body, അനീതിയുടെ ആയുധങ്ങളായി, that they be instruments of wickedness, പാപത്തിന് അല്ലെങ്കിൽ പിശാചിന് സമർപ്പിക്കരുത്. don't submit them to Satan or to sin. ഉടനെ ഞാൻ ദൈവത്തോട് പറഞ്ഞു, And I told the Lord, കർത്താവേ, ഞാൻ എന്റെ അവയവത്തെ ഒന്നും ഇതുവരെ പിശാചിന് സമർപ്പിച്ചിട്ടൊന്നുമില്ല. and I said, I did not offer the parts of my body to Satan or sin. പിശാചേ, Satan, ഇന്ന് രാത്രി കടന്നു വന്ന് എന്റെ കണ്ണിനെ നിയന്ത്രിക്കണമേ. I never said, Satan, please come and control my eyes. പിശാചേ, ഇന്ന് രാവിലെ വന്ന് എന്റെ കയ്യേം കാലിനെ നിയന്ത്രിക്കണേ. Satan, please come and control my hands and legs. അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ സമർപ്പിച്ചിട്ടില്ല. I never offered my body to Satan. പിന്നെ പൗലോസ് തന്നെ ഇങ്ങനെയൊക്കെ പറയുന്നത്? Why does Paul say that? നിങ്ങളുടെ ബൈബിളിലോട്ട് നോക്കിയേ. Look at your Bibles. നിങ്ങളുടെ രക്ഷിക്കപ്പെട്ടവരെ, You're saved. നിങ്ങളുടെ അവയവങ്ങളെ Your parts of your body, പാപത്തിന് സമർപ്പിക്കരുത്. do not offer them to sin. എനിക്ക് മനസ്സിലായില്ല. I can't understand. ഞാൻ കർത്താവിനോട് ചോദിച്ചു. And I asked the Lord. എനിക്ക് ഉത്തരം കിട്ടി. And I got an answer. അതിന്റെ താഴോട്ട് വായിക്കാൻ ദൈവാത്മാവ് ഓർപ്പിച്ചു. And the Holy Spirit said, read further. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും, that you be brought from death to life, നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും, that you make your parts of your body instruments of righteousness. ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവിൻ. Offer them to God. അവസാനിപ്പിക്കാറായി. It's time to close. ഞാൻ വിശദീകരിക്കാം. Let me explain. എന്നെ ബുദ്ധിമുട്ടിച്ച കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ശ്രമിക്കുക. I'm trying to explain things that troubled me. പിശാചിന് സമർപ്പിക്കരുത് എന്ന് 3 പ്രാവശ്യം ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. In this chapter it says thrice, do not offer it to Satan. ഞാനൊരു ചെറുപ്പക്കാരനാണ്. I'm a young man. ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ ഇന്ന് വരെ പിശാചിന് സമർപ്പിച്ചിട്ടില്ല. And I said, Father, I never offered my body to Satan. എനിക്കൊരു മർമ്മം വെളിപ്പെട്ടു. Something was revealed to me. പിശാചും ദൈവമായിട്ടുള്ള വ്യത്യാസം എന്നാണെന്നറിയോ? There is a difference between Satan and God. ശ്രദ്ധിക്കാതെ പറഞ്ഞുതരാം. Listen to me and I'll tell you. ഈ കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ സഭയിൽ ഒരാൾക്ക് ഭൂതം ഇളകി. Last week in my church, somebody was possessed by a demon. ഒരു 1 week ഫാസ്റ്റിംഗ് പ്രയർ നടക്കുകയായിരുന്നു. It was a 1 week fasting prayer. ഒരു സ്ത്രീയുടെ തലയെ കൈവച്ചപ്പോൾ അവർ താഴെ വീണ് കിടന്ന ഉരുണ്ട് കസേരയെല്ലാം അടിച്ച് തകർത്തു. As I prayed for a woman, she was overcome by the power of darkness.
ഞാൻ ഭദ്രകാളിയാന്നാ ഈ പുള്ളിക്കാരത്തി പറയുന്നത്. And she said, I'm Bhadrakali. അപ്പൊ ഈ സഹോദരി എപ്പോഴേലും പോയിരുന്നുണ്ട് ഭദ്രകാളിയെ എന്റെ കൂടെ വരണമെന്ന് പറഞ്ഞൊന്നുമില്ല. This lady did not go and ask the demon Kali to come to her. അത് ചാടി കയറിക്കോളും. It just comes. അത് ഒരു ചിത്രം അവിടെ നിൽക്കട്ടെ. That's one picture. Let me put it there. ആ മീറ്റിംഗിന്റെ ഒടുവിൽ വന്നപ്പം At the end of that meeting, ഇപ്പുറത്തൊരു സഹോദരൻ, a gentleman on the other side, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞങ്ങ് ഡാൻസ് ചെയ്യുക. he was filled with the Holy Spirit and he was dancing. ഉടനെ യോഗം നിർത്താറായപ്പോൾ പുള്ളിയുടെ അടുത്ത് ചെന്നു. And when we were about to close the meeting, I went to him. ഉടനെ പുള്ളി പറയും, ഞാൻ ഹോളി സ്പിരിറ്റാ And he says, I'm Holy Spirit. എന്ന് പറയുവോ? Will he say that? എന്ന് പറയുവോ? Will he say that? എന്ന് പറഞ്ഞെങ്കിൽ അതും ഭൂതാ. If he does, then even that is a demon. അപ്പൊ ഭൂതം കയറുന്നതും ഹോളി സ്പിരിറ്റ് കയറുന്നതായിട്ടുള്ള വ്യത്യാസം എന്നാ? What's the difference between a demonic spirit and the Holy Spirit? ഹോളി സ്പിരിറ്റ് ഒരാൾ കയറിയാൽ ആ വ്യക്തിയുടെ വ്യക്തിത്വം നഷ്ടപ്പെടുത്തുന്നില്ല. If the Holy Spirit comes into someone, it doesn't do away with your personality. ഭൂതം ഒരുത്തന് കയറിയ അവന്റെ പേര് പോലും മാറി. If the demon comes into a person, he even changes his name. അടുത്തത്, Next, ഭൂതം കയറാൻ ഉപവസിക്കുകയും വേണ്ട, പ്രാർത്ഥിക്കുകയും വേണ്ട, വെറുതെ ഇരുന്ന് കയറിക്കോളൂ. to be infested by a demon, you do not need to fast or pray. It just comes. ഇടയ്ക്കൊക്കെ ഒരു ചെറിയ കള്ളത്തരമൊക്കെ കാണിച്ച് ഉഴപ്പി നടന്നാൽ മതി, എവിടെ വെച്ചാലും കയറിക്കോളൂ. You just need to lie a bit and be a bit dodgy and it'll happen. എന്നിട്ട് ഇതുവരെ കയറിയില്ലല്ലോ പാസ്റ്ററെ. And you'll say, oh pastor, I've done so much of that, nothing's ആര് happened പറഞ്ഞു to me. കയറിയില്ലെന്ന്? Who said it hasn't come into you? വിറയ്ക്കുന്നില്ലെന്നല്ലേ ഉള്ളൂ. It's just that it doesn't manifest. എല്ലാ ഭൂതവും വിറയ്ക്കൊന്നുമില്ല. Not all demons manifest. പല ടൈപ്പ് ഭൂതം നമ്മുടെ ഇടയിൽ ഇരിപ്പുണ്ട്. There are lots of different types of കരിങ്കല്ല് demons. പോലെയുള്ള ഭൂതമുണ്ട്. Sorry? കരിങ്കല്ല് പോലെയുള്ള There are ഭൂതമുണ്ട്. some demons who are like stone. ദൈവവചനം കേൾക്കുന്ന വഴി ഉറങ്ങുന്ന ഭൂതമുണ്ട്. There is a demon that sleeps when you hear the word of God. കാണുന്നതിനെ മുഴുവൻ വിമർശിക്കുന്ന There ഭൂതമുണ്ട്. is a demon that criticizes everything. ആത്മനിറവിനെ അംഗീകരിക്കാത്ത There ഭൂതമുണ്ട്. is a demon that doesn't recognize the infilling of the Holy Spirit. അല്ലാതെ കസേര മറിച്ചിടുന്ന മാത്രമൊന്നുമല്ല ഭൂതം. It's not just demons when it manifests itself. അപ്പൊ ഭൂതം കയറാൻ വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, വെറുതെ ഇരുന്നാ കയറിക്കോളൂ. You don't need to do much to get infested by a demon. Just പക്ഷെ sit about. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ അങ്ങനെ വെറുതെ ഒന്നും ഇരുന്നാ പറ്റില്ല. But if you want to be filled with the Holy Spirit, you can't just sit about. ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ നീരൊഴുക്കുകളെ പകരും. It says, if you thirst, I shall pour out my spirit. ദാഹം 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 ദാഹം. Thirst, thirst, മാൻ thirst. നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ As the deer panteth for the water, എന്റെ ആത്മാവ് ദൈവത്തിനായി ദാഹിക്കുന്നു. my soul longs for God. ആത്മനിറവിന് വേണ്ടി ഒരു ദാഹം, That thirst for the infilling of the ദൈവത്തിന് Spirit. വേണ്ടി ഒരു ദാഹം, A thirst for God. അഭിഷേകത്തിന് വേണ്ടി ഒരു ദാഹം, A thirst for anointing. വിശുദ്ധിക്ക് വേണ്ടി ഒരു ദാഹം, A thirst for holiness. വചനത്തിന് വേണ്ടി ഒരു ദാഹം, A thirst for the word of God. കൃപാവരങ്ങൾക്ക് വേണ്ടി ഒരു ദാഹം A thirst for the gift of the Holy Spirit. ഉണ്ടെങ്കിലേ കിട്ടത്തുള്ളൂ. It's only if you thirst you get. അടുത്ത വ്യത്യാസം, The next difference. പരിശുദ്ധാത്മാവ് ഒരാൾക്ക് ലഭിച്ചാൽ അതിനെ ഇറക്കി വിടാൻ ഒരു പാടുമില്ല. If you receive the Holy Spirit, it isn't difficult to get rid of it. വചനധ്യാനമില്ലാതെ പ്രയർ ലൈഫ് ഇല്ലാതെ 2 ആഴ്ച നടന്നാൽ മതി, പൊക്കോളും. Don't read your Bible, don't pray. In 2 weeks you're done. എന്ന ഭൂതം കയറിയ But if a demonic spirit comes in, പോണ ഇച്ചിരി പാടാ. oh, it's tough to get rid of it. ഈ തത്വം മനസ്സിൽ വെച്ചോണ്ട് 13-ാം വാക്യം വായിച്ചു നോക്കണം. Now understand this, hold this in your mind and read verse 13. നിങ്ങളുടെ ആയുധങ്ങളെ പിശാചിന് സമർപ്പിക്കണ്ട, ദൈവത്തിന് സമർപ്പിക്കാതിരുന്നാ മതി, അവൻ തട്ടിപ്പറിച്ചെടുത്തോളൂ. You don't need to offer your instruments to Satan. If you fail to offer it to God, Satan will snatch it away. ശ്രദ്ധിക്കൂ, ഞാൻ പറയാം. Listen to me carefully. എനിക്ക് ദൈവസന്നിധിയിൽ ഈ വിഷയത്തിൽ ഒരു ഉത്തരവാദിത്വമുണ്ട്. I have a responsibility in God here. ഒരുപാട് ഉണർവെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ പിന്നെ അതുവഴി ചെന്നപ്പോൾ അവനെ കണ്ടില്ല. I've seen a lot of revivals, but when I've gone back, I haven't seen that person again. അത് വരരുത്. Don't let it happen to you. അത് വരരുത്. Don't let it happen to you. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച്, That you might receive glory upon തേജസ്സിന്മേൽ glory. തേജസ് പ്രാപിച്ച്, Glory upon തേജസ്സിന്മേൽ glory. തേജസ് പ്രാപിച്ച് Glory upon glory. ഒരു ജയിക്കുന്ന ജനമായി I want you to be a people of victory. നിങ്ങൾ കാണണം. I want to see you. അങ്ങനെയാണെങ്കിൽ If that is the case, നിങ്ങൾ ദൈവത്തിന് സമർപ്പിക്കുക. offer to God അനുദിനവും സമർപ്പിക്കുക. every day. അനുദിനവും സമർപ്പിക്കുക. Every day. അങ്ങനെ സമർപ്പിച്ചാൽ If you do that, പാപം നിങ്ങളിൽ വാഴുകയില്ല. sin will not reign in you. പാപം നിങ്ങളിൽ വാഴുകയില്ല. Sin will not reign in you. ഇതിന്റെ വിശദീകരണം താഴോട്ടുണ്ട്. And there are more explanations to അത് it. ഞാൻ അടുത്ത ദിവസം പറയാം. And I will explain later. ഒരു ദാഹം, A thirst.
ഒരു വാഞ്ച, a desire, ഒരു കരച്ചില്, a weep, ഒരു നിലവിളി, a birth pang വിശുദ്ധിക്ക് വേണ്ടി. for holiness. ഈ മഞ്ഞുള്ള ദേശത്ത് ജീവിക്കുന്ന ഒരു ജീവിയുണ്ട്. There is an animal that lives in a land of dew. അതിന്റെ രോമത്തിന് ഭയങ്കര വിലയാ. Its fur is very expensive. വളരെ കുറച്ചേ ഉള്ള ആ ജീവി. Very few of these animals around. ഇതിന്റെ രോമം എടുക്കാൻ വേണ്ടിയിട്ട് ഇതിനെ പിടിക്കാൻ ആളുകൾ ചെല്ലും. People chase it to get its skin. ഇതിനെ കിട്ടത്തില്ല. It's tough to get it. ഭയങ്കര സ്പീഡാ. It runs fast. ചില പ്രത്യേക പാറയുടെ ഇടുക്കിനകത്താണ് ഇവൻ താമസിക്കുന്നത്. It hides in the crevices in the rock. വളരെ നാളുകൾ കൊണ്ട് ഈ മഞ്ഞ നാട്ടിൽ പോയി ഇവർ പഠനം നടത്തി ഇതിനെ എങ്ങനെ പിടിക്കാവുന്ന. And people went into snow-filled lands to study how you can catch these animals. ഇതിന്റെ ഈ രോമത്തേൽ, ഈ കോട്ടയിൽ, ഈ ഉടുപ്പയിൽ, അതിന്റെ രോമത്തേല് സ്മെല്ല്, വൃത്തികെട്ടത് എന്തെങ്കിലും പറ്റിയാ പിന്നെ അത് ഇരുന്ന് കരഞ്ഞോളും. They figured out if you put something smelly on their fur, they just can't handle it. They just become so uncomfortable. അന്നേരം ഓടിച്ചത് തല്ലിക്കൊല്ല. And then you can run and catch it. രോമം എടുക്കാം. And you can take its fur. നാളുകൾ കൊണ്ട് പഠിച്ചതാ. People with much difficulty learned this. അപ്പൊ ഇത് ഈ മാളത്തിനകത്തുനിന്ന് പുറത്തു പോണ നേരത്ത് When it gets out of its crevices, ഈ നായാട്ടുകാർ വന്നിട്ട് ഈ മാളത്തിന്റെ വാതിക്കലെല്ലാം സ്മെല്ലുള്ള മഹാവൃത്തികെട്ട സാധനം എല്ലാം കൊണ്ടുവന്ന് പരത്തി വെക്കും. these hunters would come and put smelly stuff at the mouth of these crevices. ഈ ജീവികൾ വന്ന് പൊത്തിനകത്തോട്ട് കയറുമ്പോഴത്തേന് ഈ രോമത്തിൽ ഈ വൃത്തികേടെല്ലാം പറ്റും. And when they go into these crevices, this dirt gets onto its fur. മാളത്തിനകത്ത് കയറുമ്പോൾ ഭയങ്കര സ്മെല്ല്. And when they get into their caves, crevices, it smells. എല്ലാവരുടെ പുറത്ത് വന്നിരുന്ന് കരയും. And they come out and weep. അപ്പൊ ഇവര് വന്ന് തല്ലിക്കൊല്ലും. And these hunters come and catch them. ആ മൃഗങ്ങൾ നമ്മളോട് പറയുന്ന ഒരു മെസ്സേജ് ഉണ്ട്. There is a message those animals tell us. എന്റെ വസ്ത്രത്തിൽ വൃത്തികേട് പറ്റുന്നതിനേക്കാൾ നല്ലത് എനിക്ക് മരിക്കുക. It is better for me to die than get my clothes dirty. എന്റെ വസ്ത്രത്തിൽ കറ പറ്റുന്നതിനേക്കാൾ നല്ലത് എനിക്ക് മരിക്കുക. That there would be blemishes on my clothes, I'd rather die. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്തു നിന്നിട്ടില്ല. You haven't resisted sin till the point of death. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്തു You നിന്നിട്ടില്ല. haven't resisted sin till the point of death. ഒന്ന് കണ്ണടയ്ക്കാം. Will you close your eyes with me? പ്രാർത്ഥനയ്ക്കായി എഴുന്നേറ്റ് നിൽക്കാം. Will you stand up with me for prayer? നമുക്കൊരു പാട്ട് ചേർന്ന് പാടാം. കൊയർ നമ്മളെ സഹായിക്കും. Let us sing together. Choir, would you help us? ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. Every eye closed. ഇത് ഈ മീറ്റിംഗ് പരിശുദ്ധാത്മാവാ നയിച്ചുകൊണ്ടിരിക്കുന്നത്. It's the Holy Spirit that leads this meeting. പരിശുദ്ധാത്മാവാ വചനത്തെ വ്യാഖ്യാനിക്കുന്നത്. It's the Holy Spirit that exegets പരിശുദ്ധാത്മാവാ Scripture. വർഷിപ്പിനെ നയിക്കുന്നത്. It's the Holy Spirit that leads worship. ഇവിടെ ഒരു വ്യക്തിക്കും വലിയ പ്രസക്തിയൊന്നുമില്ല. There is no one who has prominence here. ടൈമിന്റെ കൺട്രോൾ പോലും ഹോളി സ്പിരിറ്റ് ആണ്. It's the time's control is in the hands of the Spirit. എല്ലാ കണ്ണുകളും ഒന്നും അടച്ചേ. Every eye closed. ഒരു വാഞ്ചയുണ്ടോ? Is there a desire, a longing? കരച്ചിലുണ്ടോ? Is there a cry ഒരു inside? നിലവിളിയുണ്ടോ? Is there a weeping inside? പ്രിയപ്പെട്ടവരെ, People of God, ഞാൻ നിങ്ങളോട് സത്യം പറയാം. let me tell you the truth. പരിശുദ്ധാത്മ ശക്തിയാണ് വിശുദ്ധ ജീവിതത്തിനുള്ള ഏക മാർഗം. The only way for holy living is the power of the Holy Spirit. ജയ ജീവിതത്തിനുള്ള ഏക മാർഗം പരിശുദ്ധാത്മ ശക്തിയാണ്. The only way to victorious living is the power of the ജയ Holy Spirit. ജീവിതത്തിനുള്ള ഏക മാർഗം പരിശുദ്ധാത്മ The ശക്തിയാണ്. Holy Spirit is the only way to victorious Christian living. നിങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുമോ? Will you surrender to God? ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഇന്ന് രാത്രിയിൽ This night, ആത്മനിറവ് പ്രാപിക്കുവാൻ എത്ര പേർക്ക് how ആഗ്രഹമുണ്ട്? many of you want to be filled with the Holy ആത്മനിറവ് Spirit? പ്രാപിക്കാൻ എത്ര പേർക്ക് How many of ആഗ്രഹമുണ്ട്? you want to be filled with the Holy ഒന്ന് Spirit? കണ്ണടച്ചേ. Close your eyes with me. കർത്താവ് നിങ്ങളോട് ചോദിക്കുക, The Lord asks you, നിങ്ങൾക്ക് എന്താ വേണ്ടേ? what do you want? നിങ്ങൾക്ക് ഒരു നല്ല ജോലിയാണോ വേണ്ടേ? Do you want a good job? ഇച്ചിരുടെ ശമ്പളമാണോ വേണ്ടത്? Do you want a bit more salary? ഇച്ചിരുടെ വലിയ കാറാണോ വേണ്ടത്? Do you want a bigger car? ഞാൻ നിങ്ങളോട് സത്യം പറയട്ടെ, But let me tell you the truth. അതൊന്നും അല്ല വേണ്ടത്. That's not what you need. കർത്താവേ, എനിക്കൊരു ജയ ജീവിതമാണ് വേണ്ടത്. I want a കർത്താവേ, എനിക്കൊരു ജയ victorious life. ജീവിതമാണ് I വേണ്ടത്. want a victorious എനിക്കൊരു life. ആത്മനിറവിൻ ജീവിതമാണ് I വേണ്ടത്. want a spirit-filled life. അങ്ങനെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവര്, If you genuinely desire എനിക്കൊരു that, ആത്മനിറവിൻ ജീവിതമാണ് I want a വേണ്ടത്. spirit-filled life. എനിക്ക് പാപത്തിന്മേൽ ജയമുള്ള ഒരു ജീവിതമാണ് I want a വേണ്ടത്. life of victory over sin. ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവര്, If you
sincerely ആ കൈ desire ഒന്ന് that, ഉയർത്തിപ്പിടിച്ചേ. would you lift up your hand? ആ രണ്ട് കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. Lift up both your hands. ഇങ്ങനെ പ്രാർത്ഥിച്ചേ. Pray with me. കർത്താവേ, Father, പരിശുദ്ധാത്മാവിനെ പകരണമേ. pour out your spirit. പരിശുദ്ധാത്മാവിനെ പകരണമേ. Pour out your spirit. പരിശുദ്ധാത്മാവിനെ പകരണമേ. Pour out your spirit. ആത്മശക്തി പകരണമേ. Pour out the power. ആത്മശക്തി പകരണമേ. Power of the Spirit. പാപത്തെ ജയിപ്പാൻ, Win over sin. പിശാചിനെ ജയിപ്പാൻ, Win over Satan. ജഡത്തെ ജയിപ്പാൻ, Win over the മോഹങ്ങളെ Win ജയിപ്പാൻ, over desires. പകയെ ജയിപ്പാൻ, To win over sin. പിണക്കത്തെ ജയിപ്പാൻ, Victory over fear. വൈരാഗ്യത്തെ ജയിപ്പാൻ, Victory over bitterness. അസൂയയെ ജയിപ്പാൻ Victory over jealousy. ആത്മശക്തി പകരണമേ.